മതാധ്യാപകർ, മുദരിസുമാർ പലപ്പോഴായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് അവർ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിട്ടതുപോലെ ജീവിക്കുന്നു. അവർ അവരുടെ മതാധ്യാപനത്തിനിടയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റു പലതിനും സമയം കിട്ടാതെ പോകുന്നു. സമയം വളരെ കുറവ് എന്നൊക്കെ പറയുന്നവരെ കാണാം. അവർ ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് എന്നത് ഒരു അധ്യാപകന്റെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്, ഒരു സ്കില്ല് കൂടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ നമുക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുള്ള നമ്മുടെ ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, നമ്മുടെ കുടുംബം, സമൂഹം ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിനും അർഹിക്കുന്ന സമയവിഹിതം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള പ്രധാന ജീവിത മേഖലകൾ, നമ്മളെ കണക്ട് ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഈ പറയപ്പെട്ട കുടുംബം, നമ്മുടെ ശാരീരികാരോഗ്യം, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ സമൂഹം ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ നമ്മളെ കണക്ട് ചെയ്ത് കിടക്കുന്നത് അതെല്ലാം നോട്ട് ചെയ്യുകയും അവർക്ക് നാം ചിലവഴിക്കേണ്ട സമയം ഡിസൈൻ ചെയ്യുകയും ആ സമയം ഏതൊക്കെ സമയത്താണ് ആ സമയങ്ങൾ നിർവഹിക്കുന്നത്, ഏതൊക്കെ സമയ കാലയളവുകൾക്കിടയിലാണ് എന്നത് അടയാളപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഒന്നാമത്തത്. മറ്റൊന്ന്, ഡെയിലി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഈ ദിവസം ഞാൻ രാവിലെ മുതൽ രാത്രി വരെ എൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ, വ്യക്തി ജീവിതത്തിനിടയിൽ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് 1, 2, 3, 4 അങ്ങനെ നമ്പർ ക്രമത്തിൽ എഴുതി വെക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതും പെട്ടെന്ന് ചെയ്യേണ്ടതുമായ കാര്യങ്ങളെ അടയാളപ്പെടുത്തുക. അതിന് നേരെ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം മെൻഷൻ ചെയ്യുക. പകരം ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ പകരം ഏൽപ്പിച്ച് ശീലിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്നത് ഇതിനിടയിൽ എവിടെയാണ് എന്നത് നിരന്തരം നാം വിലയിരുത്തുക. ഓരോ ദിവസവും നാം എത്ര സജീവ സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പഠിക്കുക. ഡീപ്പ് വർക്ക് എന്ന പേരിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം കാണാം. ചെയ്യുന്ന ആ വർക്കുകൾ ചെയ്യുമ്പോൾ, ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ജോലി ചെയ്ത് ശീലിക്കുക. ചിലരൊക്കെ അധ്യാപനം നടത്തുമ്പോൾ മറ്റു ജീവിത മേഖലയിലെ പലതരം പ്രശ്നങ്ങളെ കൂടെ ഇരുത്തിയിട്ട് ജോലി ചെയ്യുന്നവരെ കാണാം. ആ ജോലി പലപ്പോഴും നിഷ്ഫലമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു ജോലി ചെയ്യുക. ആ ചെയ്യുന്ന ജോലിയിൽ സജീവ സാന്നിധ്യവും സജീവ ശ്രദ്ധയും പുലർത്തുക. ഡീപ്പ് വർക്കിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഷാഡോ വർക്ക് ഉപേക്ഷിക്കുക. ഒരു സംഗതി ഒരു സമയത്ത് ഒരു ജോലി ചെയ്യുന്നു, മറ്റൊരു ജോലിയെക്കുറിച്ച് മനസ്സിൽ ചിന്ത കൊണ്ട് നടക്കുന്നു. അതിൻ്റെ പേരിൽ ചെയ്യുന്ന സുപ്രധാന ജോലി നിഷ്ഫലമായി പോകുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഒരു ജോലിയിൽ ഫുൾഫിൽമെൻറ്റ്, ഹുളൂറുൽ ഖൽബ്, മനസ്സാന്നിധ്യം അത് വരുത്തിയിട്ട് ജോലി ചെയ്യുക. ജോലി ചെയ്യുന്ന സമയത്ത് നാം ഓരോ ദിവസവും ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നു. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ശീലിക്കുക. ആഴ്ചയിൽ ഒരു തവണ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ശീലിക്കുക. മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ശീലിക്കുക. ലിസ്റ്റ് ചെയ്തത് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ, വ്യക്തിഗതമായ ഒരു ഇടത്തിൽ അത് സൂക്ഷിക്കുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും അത് ഡെയിലി ഒരു തവണയെങ്കിലും അതൊന്ന് വായിക്കുക. എന്നിട്ടത് ഫോളോ ചെയ്താൽ സമയമേറെ ഉപകാരപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ എന്നത് മതാധ്യാപകർക്ക് വളരെ അനിവാര്യമാണ്. നമ്മൾ ഫോൺ ഉപയോഗം, അതുപോലെ മറ്റുള്ളവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് പലരും നമ്മളെ മീറ്റ് ചെയ്യാനൊക്കെ വരും. മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെയും അവരുമായി സംസാരിക്കുന്നതിനിടയിൽ സുപ്രധാന മാറ്ററുകളിലൂടെ എങ്ങനെ അവരെ കൊണ്ടുപോകാം, സമയം നിഷ്ഫലമാകാതെ എങ്ങനെ കൺവെർസേഷനുകൾ, മുഹാവറകൾ, സംഭാഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതൊക്കെ ഒരു ട്രെയിനറുടെ ബാക്കപ്പോടുകൂടെ, ഒരു മെൻറ്ററുടെ ബാക്കപ്പോടുകൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഹാപ്പി സോണിൻ്റെ ഇടങ്ങളിൽ പലയിടത്തും മുദരിസുമാർക്ക് ഇത്തരം വിഷയങ്ങളിൽ പരിശീലന സാധ്യതകളുണ്ട്. ആവശ്യക്കാർക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ്.